മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിസന്ധി ഘട്ടത്തിൽ പക്ഷേ രാജിവെക്കില്ല എന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. അതേസമയം ബീരേൻ സിംഗിന്റെ രാജി നാടകത്തിൽ കേന്ദ്രം അതൃപ്തി അറിയിച്ചതായും സൂചനകളുണ്ട്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനുണ്ട്. ഉണ്ണി, ഇന്നലെ രാവിലെ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു അഭ്യൂഹമായിരുന്നു മുഖ്യമന്ത്രി അവിടെ രാജിവെച്ചേക്കും എന്നുള്ളതടക്കമുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹം ഗവർണറെ കാണാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത്. അതിനെ നാടകം എന്ന നിലയ്ക്ക് തന്നെയാണ് മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികളും വിശേഷിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മണിപ്പൂരിൽ നിലവിൽ എന്താണ് സാഹചര്യം? മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അദ്ദേഹം രാജി വെക്കുമെന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ പടർന്നിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് 1 മണിക്ക് ഗവർണറെ കാണും, രാജിക്കത്ത് നൽകും തുടങ്ങിയ രീതിയിലെല്ലാം തന്നെ വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം 1 മണിക്ക് ആദ്യം കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു ഗവർണറുമായി. അതിനുശേഷമാണ് പിന്നീട് 3 മണിക്കത്തേക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം മാറ്റിയത്. അപ്പം ഗവർണറെ 3 മണിക്ക് കാണുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാജി അഭ്യൂഹം വന്നതിന് പിന്നാലെ നിരവധി ആളുകൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ പിന്തുണ അറിയിച്ച്, അതായത് പ്രതിഷേധം അറിയിച്ച് ഈ ബീരേൻ സിംഗിനെ രാജിവെക്കരുത് എന്നറിയിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ, സ്ത്രീകളായിരുന്നു ഭൂരിപക്ഷവും, അവരവിടെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. തുടർന്നാണ് ഈ ബീരേൻ സിംഗ് ഗവർണറുടെ വസതിയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞ് അദ്ദേഹത്തെ കടത്തിവിടാൻ, അദ്ദേഹത്തെ അങ്ങ് പോകാനായിട്ട്, ഒരു 500 മീറ്റർ ദൂരമാണ് ഗവർണറുടെ വസതിയുമായി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഈ ബീരേൻ സിംഗിനെ അനുവദിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തിന് തിരികെ പോകേണ്ടതായി വന്നു. ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ പോവുകയായിരുന്നു. പിന്നീട് ഒരു മന്ത്രി, അദ്ദേഹത്തിന് ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി വന്ന് ആ കത്ത്, രാജിക്കത്ത് വായിച്ചു കേൾപ്പിക്കുകയും ഈ പ്രതിഷേധക്കാരിൽ ഒരാൾ ആ കത്ത് പിടിച്ചു വാങ്ങി കീറിക്കളയുന്ന ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെ വലിയ വിമർശനമായി പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും തന്നെ കണ്ടത്. നാടകീയ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിലായിരുന്നു വാർത്തകളെല്ലാം തന്നെ വന്നത്. നമുക്കറിയാം, രാജസ്ഥാനിലടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ സമാനമായ രീതിയിൽ തന്നെ നാടകീയ രംഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച് കൂടുതൽ ആളുകൾ വന്നത്, ഒരു രാജിയിൽ നിന്ന് രാജി വെക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ വന്നത് അദ്ദേഹത്തിന്റെ രാജി സമ്മർദ്ദം അങ്ങ് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്തകളെല്ലാം തന്നെ വന്നത്. അതൊരു നാടകീയതയായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാജി ഒരിക്കലും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇന്ന് വന്നിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഏത് രീതിയിലാണ് അദ്ദേഹം രാജിയിലേക്ക് പോയത്, രാജിവെക്കുമെന്ന നിലപാടെടുത്തത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം, ഒരു നിലപാട്, ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് രാജിയിലേക്ക് പോയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും കേന്ദ്ര നേതാക്കൾ പറയുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ട്വിറ്റർ ഹാൻഡിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്, നിർണായക ഘട്ടത്തിൽ രാജിക്കില്ല, താൻ പിന്മാറുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിനെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്നു. ഈ സംഘർഷം ശമിപ്പിക്കാൻ ഒരു കഴിയാത്തതുകൊണ്ട് സർക്കാർ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം, അല്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പദവിയിൽ നിന്ന് ഒഴിയണമെന്ന രീതിയിലുള്ള കാര്യമാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രംഗത്തുള്ളതെന്നും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. 2 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം വലിയ ജനശ്രദ്ധ ഏറ്റുവാങ്ങിയുണ്ടായി. ഇരു വിഭാഗങ്ങളും, അതായത് അവിടെ മണിപ്പൂരിൽ സംഘർഷം നടത്തുന്ന ഈ കുങ്കി, അതോടൊപ്പം തന്നെ മെയ്തൈ വിഭാഗങ്ങൾ, 2 വിഭാഗങ്ങളും കൂടെ സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് 60 ദിവസമായി അവിടെ അരങ്ങേറുന്നത്. ആ 2 വിഭാഗങ്ങളുമായും രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു, അവരുടെ ക്യാമ്പുകൾ സന്ദർശിച്ച് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തി എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രധാനമായും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ്, രാഹുൽ ഗാന്ധിക്കൊപ്പം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളും KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളടക്കം ആ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ 2 വിഭാഗങ്ങളുമായും ചർച്ചകൾ നടത്തി ഒരു അനുനയ ശ്രമത്തിനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. കൂടാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും മണിപ്പൂരിൽ ഉണ്ടായിരുന്നു. അവർ ഈ സംഘർഷബാധിത മേഖലകളിലെല്ലാം തന്നെ എത്തിച്ചേർന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുകയും അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാകണം എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ രാഹുൽ ഗാന്ധി അവിടെ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ രാഹുൽ ഗാന്ധിനെ
തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ ജനങ്ങളും പ്രതിഷേധിച്ചത്. അദ്ദേഹത്തിന് റോഡ് മാർഗം സുരക്ഷാ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് റോഡ് മാർഗം പോകാൻ അനുമതിയില്ലായിരുന്നു. ആദ്യം ചുരാചൻപൂരിലായിരുന്നു അദ്ദേഹം പോയത്. കുക്കി മേഖലയ്ക്ക് മുൻതൂക്കമുള്ള പ്രാതിനിധ്യമുള്ള മേഖലയാണ് ചുരാചൻപൂർ. അവിടേക്ക് പോകാനായിട്ട് ഇംഫാലിൽ നിന്ന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിരുന്നില്ല, റോഡ് മാർഗം പോകാൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഇംഫാലിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറം അദ്ദേഹത്തെ ബാരിക്കേഡ് വെച്ച് തടയുന്നൊരു കാര്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇംഫാലിലേക്ക് പോയി. വ്യോമമാർഗമാണ് ആദ്യത്തെ ദിവസം അദ്ദേഹം പോയത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ യാത്ര പിന്നീടും ഒരു മന്ദഗതിയിലായിരുന്ന സ്ഥിതിയായി. മെയ്റാങ്ങിലേക്ക്, അതായത് മെയ്തൈ വിഭാഗങ്ങൾ താമസിക്കുന്ന മെയ്റാങ്ങിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെയും ഈ സുരക്ഷാ പ്രശ്നം മുന്നിൽ കണ്ട് റോഡ് മാർഗം അനുമതി നിഷേധിച്ചു. തുടർന്ന് ആദ്യത്തെ ദിവസത്തെ യാത്ര തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അദ്ദേഹം പിന്മാറി. പിന്നീട് ഈ യാത്ര തുടരാനാകുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മണിപ്പൂർ അധ്യക്ഷൻ, PCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു യാത്ര നാളെ തുടരാനാകും, അതായത് ഇന്നലെ തുടരാനാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെയും ഇതുപോലെ തന്നെ യാത്ര മൊയ്റാങ്ങാണ്. മൊയ്റാങ്ങിലേക്ക് യാത്ര തുടരാനായി എത്തിയപ്പോൾ തന്നെ റോഡ് മാർഗത്തിനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാണ്, വ്യോമമാർഗമാണ് അദ്ദേഹം മൊയ്റാങ്ങിലെത്തിയത്. മൊയ്റാങ്ങിലെത്തി അവിടുത്തെ ആളുകളെല്ലാം തന്നെ, മെയ്തൈ വിഭാഗത്തെ ആളുകളെല്ലാം തന്നെ നേരിൽ കണ്ട് അദ്ദേഹം സംസാരിച്ചു. സമാധാന ശ്രമങ്ങൾക്കുള്ള ആഹ്വാനങ്ങളെല്ലാം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് മണിപ്പൂർ സമാധാനം ആഗ്രഹിക്കുന്നു, മണിപ്പൂരിൽ വേണ്ടത് സമാധാനമാണ്, ഇതിനുവേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. കൂടാതെ രാഷ്ട്രീയമായ ചർച്ചകളല്ല ഇവിടെ വേണ്ടത്, രാഷ്ട്രീയപരമായി ഇതിനെ കാണുന്നില്ല, രാഷ്ട്രീയപരമായ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നില്ല എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു കാര്യം. കൂടാതെ ക്യാമ്പുകളിൽ ചില അപര്യാപ്തകളുണ്ട്, അവിടെ എല്ലാം അതിനെല്ലാം പരിഹാരം വേണം എന്ന കാര്യം എല്ലാം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 1:30 മണിപ്പൂർ ഗവർണറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി അവിടെ നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇംഫാലിലേക്ക് മടങ്ങി. തുടർന്ന് സമാന ചിന്താഗതിക്കാരായ 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ വലിയൊരു സമാധാന ശ്രമങ്ങളുടെ ഭാഗമായുള്ള സന്ദർശനം, വലിയൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം, സമവായ ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം ഈ ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചെറിയൊരു ശമനം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് സംഘർഷം കൂടുതൽ ആളിക്കെത്തുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കേന്ദ്രമന്ത്രിമാരുടെ അടക്കം വീടുകൾ അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും അതിനെയും വലിയ രീതിയിൽ തന്നെ വിമർശനം ഏറ്റുവാങ്ങുന്ന സ്ഥിതിയെല്ലാം ഉണ്ടായി. പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോയ സമയത്ത് സർവകക്ഷി യോഗം ശ്രീ ഇപ്പോൾ MP ആന്റോ ആന്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആന്റോ ആന്റണി, കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ഒരു വിഷയം സംസാരിച്ചതാണ്. നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അത് ഏതെങ്കിലും നിലയ്ക്ക് അവിടുത്തെ ആ ഒരു ആക്രമണ സംഭവത്തിനും അല്ലെങ്കിൽ ഒരു കലാപ അന്തരീക്ഷത്തിനും ഒരു പരിധിവരെ ഒരു മരുന്നാകാൻ, അല്ലെങ്കിൽ അതിന് ആ ഒരു മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം പര്യാപ്തമായിട്ടുണ്ട്? അല്ല, മണിപ്പൂരിലേത് സർക്കാർ സ്പോൺസേഡ് കലാപമാണല്ലോ. പോലീസിന്റെ ബാരക്കിൽ സൂക്ഷിച്ചിരുന്ന തോക്കുകളും തിരകളും എടുത്താണല്ലോ അവിടെ ഈ അക്രമം നടത്തുന്നത്. അവിടെ ഒരു പുതിയ ഗുജറാത്ത് മോഡല് നടപ്പാക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായാലും ഇത്രയും ദിവസം പിന്നിട്ടിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ കലാപം അവസാനിപ്പിക്കണമെന്നും ജനങ്ങളോട് ശാന്തരായിട്ടിരിക്കണമെന്നുള്ള 2 വാക്ക് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നോക്കുമ്പോൾ സത്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നുള്ളതിന്റെ ഒരു നേർചിത്രം. രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള ഒന്നിനെയും ഭയപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് കൺസിസ്റ്റന്റായ ആദർശവും താല്പര്യങ്ങളുള്ള ആളാണ്. അത് വർഗീയതയ്ക്കെതിരെ മതേതരത്വത്തിന്റെ മതനിരപേക്ഷത സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവര് ഈ വെറുപ്പും വിദ്വേഷവും അക്രമവും കൊള്ളിവയ്പും നടത്തുന്നിടത്ത് സ്നേഹത്തിന്റെ ഒരു സന്ദേശം പരത്തുക എന്നുള്ളതാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കടന്നു ചെന്നപ്പോൾ അവിടെ എല്ലാ വിഭാഗത്തിലും അവിടെ പരസ്പരം പോരടിച്ചിരുന്ന എല്ലാ വിഭാഗങ്ങളും രാഹുൽ ഗാന്ധിയെ വെൽക്കം ചെയ്തു. ഇന്നലെ ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയുമായി ബന്ധപ്പെട്ട ചില നടപടികളായിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ അതൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. അതൊരു നല്ല സ്റ്റേജ് മാനേജ്മെന്റ് ഉള്ള ഒരു ഡ്രാമയാണല്ലോ. മുഖ്യമന്ത്രിയുടെ രാജി
ഒരു എടുക്കുന്നു, അതിലൊരാളെ തട്ടിപ്പിടിച്ച് കീറുന്നു. മുഖ്യമന്ത്രിക്ക് രാജിവെക്കണമെങ്കിൽ ഗവർണറെ കൊണ്ടേ കൊടുത്താൽ പോരെ? അപ്പൊ ഇതൊക്കെ അതിനെ കൃത്യമായ രീതിയിൽ നാടകം എന്ന നിലയ്ക്ക് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രതിപക്ഷ കക്ഷികളും ഒപ്പം തന്നെ മാധ്യമങ്ങളിലും ആ നിലയ്ക്ക് തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജിവെക്കുന്ന ഏതായാലും 10-50 പേരുടെ മുന്നിൽ വെച്ച് എടുത്ത് പ്രദർശിപ്പിച്ചിട്ടാണോ? രാജ്യം കൊടുക്കില്ല. അങ്ങേര് തികഞ്ഞ പരാജയമായിരുന്നു. അങ്ങേരുടെ ഭരണപരാജയം കൊണ്ടും എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയാത്ത മനോഭാവം കൊണ്ടും ഉണ്ടായ ഒരു കലാപമാണ് എന്നുള്ളത് കൊണ്ട് രാജിവെച്ചൊഴിയുകയാണ്. ഇത്രയും ദിവസമായി അവിടെ ജനങ്ങളുടെ ജീവനും സമ്പത്തിനും ഒന്ന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് ഇനി എന്തിനാ നാടിന് ആവശ്യം? തീർച്ചയായും പാർലമെന്റിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം എന്തായാലും ഉയർത്തിക്കൊണ്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഏത് നിലയ്ക്കായിരിക്കും ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് വരിക? ഇനിയിപ്പോൾ സമ്മേളനം തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടല്ലോ. നിശ്ചയമായിട്ടും ഇത് രാജ്യം മുഴുവൻ ഇനിയിപ്പം മണിപ്പൂരിനെ ഓർത്ത് ദുഃഖിക്കുക. കാരണം അവിടുത്തെ സാധാരണ ജനങ്ങളാണല്ലോ ഈ ദുരന്തം മുഴുവൻ ഏറ്റുവാങ്ങുന്നത്. ഇവരുടെ വർഗീയ താല്പര്യങ്ങൾക്കും ഇവരുടെ ഇത്തരത്തിലുള്ള കുൽസിത രാഷ്ട്രീയത്തിന്റെ മെരകളായി തീരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണല്ലോ. അവിടെ അനാഥരായിട്ടുള്ളവരെ വീടും കൂടും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന 10,000-കണക്കിന് ആളുകളാണല്ലോ ഇതിന്റെ എല്ലാം അനുഭവിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും പാർലമെന്റിലും ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ ഉള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. ആന്റോ ആന്റണിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ ഉണ്ണിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഉണ്ണി, നിലവിലും ആ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണല്ലോ ലഭ്യമാകുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, കലാപ മേഖലയിലുള്ള സംഘർഷ സാധ്യത ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സംഘർഷ സാധ്യത തുടരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിയന്ത്രിക്കുമെന്ന എന്ന ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇന്റർനെറ്റ് ഈ മാസം 5 വരെ ഇന്റർനെറ്റ് അവിടെ വിച്ഛേദിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 6 മണിക്കൂർ നീണ്ട സംഭവങ്ങളെല്ലാം തന്നെ, ഈ നാടകീയ നീക്കങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായപ്പോൾ തന്നെ വലിയൊരു സുരക്ഷാ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വലിയൊരു മുൻകരുതലുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി അവിടുത്തെ സുരക്ഷാ സേന എടുത്തിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ 3 പേർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ സൈന്യത്തെ അവിടെ വിന്യസിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഈ മണിപ്പൂർ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ നാരായണ നമ്പൂതിരി BJP നേതാവാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പോൾ മണിപ്പൂരിലെ സംഭവങ്ങൾ അത് മണിപ്പൂർ ഇനിയും അശാന്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട് വളരെ ശക്തമായി തന്നെ. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? മണിപ്പൂരിലെ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അത് ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു ഗവൺമെന്റിന്റെ ഏതെങ്കിലും നടപടിയല്ല. ഇത് 2013 UPA സർക്കാരാണ് മേത്തി വിഭാഗത്തെ ഗോത്ര വിഭാഗമായി അംഗീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ അടക്കം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് തുറന്നുണ്ടായ തർക്കങ്ങളാണ്. ഗവൺമെന്റിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നു. ഇത് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്നത് ഈ കലാപകാരികളായി വരുന്നവരെ മുഴുവൻ വെടിവെച്ച് അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ കലാപത്തിന്റെ പിന്നിൽ മറ്റു ചില ബാഹ്യശക്തികളുണ്ട്. പിടിച്ചെടുത്ത ആയുധങ്ങൾ ചൈനീസ് നിർമ്മിതമാണ് എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇതിലിപ്പോ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കലാപം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ആ കലാപം തുടരാനുള്ള ശ്രമം നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന്റെ നടപടികൾ വീണ്ടും തുടരും. പട്ടാളത്തെ ഇറക്കി ഇതെല്ലാം ചെയ്യുമ്പോൾ, പട്ടാളത്തെ ഇറക്കുമ്പോൾ സ്ത്രീകളെ മുമ്പിൽ നിർത്തി അതിനെ പട്ടാളത്തെ പ്രതിരോധിക്കുന്നു. അപ്പോൾ ഒരു വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം ഈ കലാപം തുടരാൻ ഉണ്ടാകുന്നു. അത് ഈ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ആ കലാപം തുടരാൻ പാകത്തിലുള്ള ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും സ്നേഹത്തിന്റെ കടയൊക്കെ തുറക്കുമ്പോഴും ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാകുന്ന സ്ഥലത്ത് അത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതൊരു സ്വാഭാവികമായി അത് നടക്കുന്നു.
ഇതിനിപ്പോ ഗവൺമെന്റിന്റെ ഇപ്പൊ മന്ത്രിമാരുടെ BJP മന്ത്രിമാരുടെ വീടുകൾ വരെ തീ വെച്ചു. അപ്പോ ഈ കലാപത്തിൽ സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഈ പ്രധാനമന്ത്രിയുടെ മൗനമാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിൽ 10-60 ദിവസമായി ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് സംയമനം പാലിക്കണം, സമാധാനത്തിൽ ഉണ്ടാവണം, സമാധാനത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഹ്വാനം പോലും നൽകാൻ പ്രധാനമന്ത്രിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിമർശനം. അല്ല, ഇത് ഒരു കലാപം ഉണ്ടായപ്പോ ഒരു വൻമരം വീഴുമ്പോ ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുടെ പിന്മുറക്കാരാണ് ഇപ്പൊ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. പ്രധാനമന്ത്രി അല്ല, ആഭ്യന്തരമന്ത്രി അതിന്റെ ഇടപെട്ടിട്ടുണ്ട്. 2 വട്ടം ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചു. ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടി ഇരുത്തി സംസാരിച്ചു. നടപടികൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മിണ്ടണം, പ്രധാനമന്ത്രി സംസാരിക്കണം എന്നുള്ള, സംസാരിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഡൽഹി കത്തി എറിയുമ്പോ സിഖുകാരെ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുമ്പോ അതൊരു വൻമരം വീണാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതേ ന്യായം തന്നെയാണോ നമ്മൾ ഇവിടെയും പറയേണ്ടത്? ഏതാ? അതേ ന്യായം തന്നെയാണോ നമ്മൾ ഇവിടെയും പറയേണ്ടത്? അത് പക്ഷേ അതിനെ വിമർശിക്കുമ്പോൾ പോലും നമ്മൾ അതിനെ ഒരു ന്യായീകരണമായിട്ട് എടുക്കുകയല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനെ സമാന രീതിയിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നടപടി ഉണ്ടായി. BJP മന്ത്രിമാരുടെ വീടുകൾ വരെ കത്തിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. നടപടി സ്വാഭാവികമായി പട്ടാളക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ കലാപകാരികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അവിടെ സമാധാനം സ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണ്ടേ? ഞാൻ പറഞ്ഞത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ചർച്ചകൾ നടക്കുന്നു. പട്ടാളത്തെ ഇറക്കി ഫ്ലാഗ് മാർച്ച് നടത്തുന്നു. പക്ഷെ ഈ സമാധാന അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നടക്കുന്നു. അത് കണ്ടെത്താനും അതിന് തടയിടാനുമുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് ഈ മണിപ്പൂരിലെ ഈ 2 വർഗങ്ങൾ തമ്മിലുള്ള, ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപീതി ഇന്നലെ തുടങ്ങിയതല്ല. ഇത് കാലങ്ങളായി ഉള്ള ഒരു തർക്കമാണ്. ആ തർക്കത്തിന് ആക്കം കൂട്ടിയതാണ് 2013 മെയ്തി വിഭാഗത്തെ ഗോത്ര വിഭാഗമായി അംഗീകരിച്ചത്. ഇത് ഈ BJP MLA-മാരും BJP മന്ത്രിമാരും അടങ്ങുന്ന ആളുകൾ അവിടെ ആക്രമിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു കലാപം ഉണ്ടാകുമ്പോൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമല്ല വേണ്ടത്, അത് ഇല്ലാതാക്കാനാണ് ശ്രമം വേണ്ടത്. ഇതൊരു ഗോത്ര തർക്കമാണ്. ആ ഗോത്രങ്ങൾക്കും സ്വാഭാവികം അവരുടേതായ പരമ്പരാഗത വൈര്യമുണ്ട് അവർക്ക് തമ്മിൽ. ഇത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമില്ല. അപ്പൊ അതിൻ്റെതായ സമയമെടുക്കും, ചർച്ചയുണ്ടാവും. അപ്പുറത്തേക്ക് BJPക്ക് പ്രത്യേകിച്ച് എന്താ പറയാനൊന്നുമില്ല. തീർച്ചയായും സമയം എടുക്കും, ഇനിയും സമയമെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. BJPയുടെ ഭാഗത്തു നിന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അവർക്ക് അതനുസരിച്ചുള്ള ഒരു പോരാട്ട വീര്യം അവരിൽ ഉണ്ട്. അവർ ആ നിലക്ക് തന്നെയുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ആക്രമങ്ങളെയും അല്ലെങ്കിൽ അതിക്രമങ്ങളെയും ഈ ഒരു കലാപത്തെയും ഒരു തരത്തിലും ശാന്തമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ശാന്തമാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇതിന് പുറത്തെവിടെയോ ഉണ്ട് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണിയാണ്. ഒപ്പം തന്നെ ആന്റോ ആന്റണിയും നാരായണ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതികരണങ്ങൾ നടത്തിയത്.